നമസ്കാരം. മാസപ്പടി വിവാദം കത്തി നിൽക്കെ രണ്ട് കമ്പനികൾ തമ്മിലുണ്ടാക്കിയ സുതാര്യമായ കരാറെന്ന് പറഞ്ഞുള്ള വാർത്താ കുറിപ്പിലൂടെയാണ് ഓഗസ്റ്റ് 10-ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് CMRL എക്സോലോജിക് ഇടപാടിന് ക്ലീൻ ചിറ്റ് നൽകിയത്. ഇടപാടിൽ സർക്കാരിനും പാർട്ടിക്കും ബന്ധമില്ലെന്ന നേതാക്കളുടെ ആവർത്തിച്ചുള്ള ന്യായീകരണങ്ങൾ എല്ലാം പൊളിച്ചുകൊണ്ടാണ് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ അന്വേഷണ ഉത്തരവ്. CMRL-ൽ 14% ഓഹരിയാണ് വ്യവസായ വകുപ്പിന് കീഴിലെ KSIDC-ക്കുള്ളത്. എക്സോലോജിക് CMRL ഇടപാടിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ KSIDC മറുപടി പോലും നൽകാത്തതാണ് അതീവ ദുരൂഹം. എല്ലാം സുതാര്യമെങ്കിൽ അത് തെളിയിക്കാൻ സർക്കാരിന് മുന്നിലെ അവസരമായിരുന്നു KSIDC-യോടുള്ള ചോദ്യം. ഇടപാടിലെ ക്രമക്കേടുകളിൽ KSIDC-ക്കും പങ്കുണ്ടെന്ന വാദത്തെ ബലപ്പെടുത്തുന്നതാണ് ഒഴിഞ്ഞുമാറൽ. വീണയുടെ കമ്പനിയുടെ ഇടപാട് സുതാര്യമാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രതിരോധവും തള്ളുന്നതാണ് പുതിയ അന്വേഷണ ഉത്തരവ്. എക്സോലോജിക്കിന്റെ ഭാഗം കേട്ടില്ലെന്ന വാദം ഇനി നിലനിൽക്കില്ല. മാസപ്പടി വിവാദത്തിന് പിന്നാലെ എക്സോലോജിക് പ്രവർത്തനം തന്നെ നിർത്തിയിരുന്നു. എക്സോലോജിക് ക്രമക്കേട് ഉണ്ടായെന്നാണ് ROC ബംഗളൂരുവിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. മാസപ്പടിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കെല്ലാം നേരത്തെ തന്നെ മറുപടികൾ നൽകി ഒഴിഞ്ഞു മാറിയവരും മുഖ്യമന്ത്രിയുടെ മകൾക്കെന്താ ബിസിനസ് നടത്തിക്കൂടെ എന്ന് ചോദിച്ച CPM നേതാക്കളും പുതിയ അന്വേഷണ ഉത്തരവിനോട് വാ തുറന്നിട്ടില്ല. നിയമസഭാ സമ്മേളനവും ലോക്സഭാ തിരഞ്ഞെടുപ്പും അടുത്തിരിക്കെയാണ് ഇരുളിലായിരുന്ന മാസപ്പടി വിവാദം വീണ്ടും ശക്തമായി കത്തി തുടങ്ങുന്നത്. എന്നാൽ ആരോപണ വിധേയയായ മകൾക്ക് ചില കേന്ദ്ര നേതാക്കളുടെ മക്കളുമായി ബിസിനസ് ബന്ധമുണ്ടെന്ന വാർത്തകൾ ചില കോണുകളിൽ നിന്ന് പ്രചരിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര അന്വേഷണത്തിൽ ഒന്നും സംഭവിക്കില്ലെന്ന് പിണറായിയുടെ വിമർശകനായ മാത്യു കുഴൽനാടൻ പറയുന്നു. എന്നാൽ കോടതിയിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമാണെന്ന് ഷോൺ ജോർജ് ആവർത്തിക്കുകയും ചെയ്യുന്നു. കേന്ദ്ര സർക്കാരിനെ പ്രകോപിപ്പിക്കാതിരിക്കാൻ കേരളത്തിലെ എല്ലാ CPM നേതാക്കളും ശ്രദ്ധിക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിന്റെയും തിരഞ്ഞെടുപ്പിന്റെയും കാര്യങ്ങളിൽ വിമർശനങ്ങൾ ഒതുക്കാനാണ് ശ്രമം. ഗവർണറുമായി പോലും കൊമ്പുകോർക്കാൻ CPM ഇപ്പോൾ നേരിട്ട് തയ്യാറുമല്ല. വീണ വിവാദത്തിൽ വിമർശനങ്ങൾ അതിരുവിടാതിരിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറിയും പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ആരോപണം അവഗണിക്കാൻ CPM തീരുമാനിച്ചിരിക്കുന്നത്. ചൊറിഞ്ഞ് പുണ്ണാക്കേണ്ടെന്നാണ് CPM ലൈൻ. എന്നാൽ ചെന്നിത്തലയെയും കുഞ്ഞാലിക്കുട്ടിയെയും PV-യെയും ഒരുമിച്ച് കൊടുക്കാൻ കിട്ടുന്ന അവസരം പാഴാക്കേണ്ടതില്ലെന്നായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ നയം. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യപ്പെടാനുള്ള ഉപദേശം ഷോൺ ജോർജ് ലഭിച്ചത് ദേശീയ നേതൃത്വത്തിലുള്ള ഉന്നത BJP നേതാക്കളിൽ നിന്നാണ്. കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ളതാണ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. സാമ്പത്തികമായ കുറ്റകൃത്യങ്ങൾ കൃത്യമായി കണ്ടുപിടിക്കാൻ ഏജൻസിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ അറിയപ്പെടുന്ന പല സാമ്പത്തിക അഴിമതി കേസുകളും മുമ്പ് പൊതുജന മധ്യത്തിൽ എത്തിച്ചിട്ടുള്ളത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ്. മാസപ്പടി കേസിൽ രാഷ്ട്രീയ നേതാക്കളും കമ്പനിയും ചേർന്നുള്ള അഴിമതി നടന്നിട്ടുണ്ടെന്നും കേരള തീരത്തെ അനധികൃത മൈനിങ്ങിനായി വൻ തുക കോഴയായി ചെലവഴിച്ചിട്ടുണ്ടെന്നും ഇത് വലിയ പൊതുനഷ്ടം കേരളത്തിന് ഉണ്ടാക്കിയതായും ഹർജിയിൽ ഷോൺ ജോർജ് ആരോപിക്കുന്നു. ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട നേരത്തെ SFIOയ്ക്ക് കത്ത് നൽകിയിട്ടും നടപടി സ്വീകരിച്ചില്ലെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. പിണറായി വിജയനെയും മകളെയും കൂടാതെ രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി, ഇബ്രാഹിം കുഞ്ഞ് തുടങ്ങിയ UDF നേതാക്കളെയും BJP ലക്ഷ്യമിടുന്നുണ്ട്. പിണറായിക്കൊപ്പം ഇവരെയും കുരുക്കുകയാണ് BJPയുടെ ഉദ്ദേശം. CPM നേതാക്കൾ അകത്താകുകയും കോൺഗ്രസ് നേതാക്കൾ രക്ഷപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുതെന്ന് BJP ദേശീയ നേതൃത്വം കരുതുന്നുണ്ട്. BJP-യെയും CPM-നെയും ഒരുമിച്ച് വകവരുത്തുകയാണ് ലക്ഷ്യം. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യൻ കോഓപ്പറേറ്റീവ് സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ്, മറ്റ് കേന്ദ്ര സർവീസുകൾ എന്നിവയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ഏജൻസിക്ക് പ്രാഥമികമായി മേൽനോട്ടം വഹിക്കുന്നത്. വിവിധ സാമ്പത്തിക മേഖലകളിൽ നിന്നുള്ള വിദഗ്ധരും ഈ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. 2003 ജൂലൈ 2-ന് ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ച ഒരു പ്രമേയത്തിലൂടെയാണ് ഏജൻസി സ്ഥാപിക്കപ്പെട്ടത്. 1956-ലെ പഴയ കമ്പനി നിയമത്തിലെ സെക്ഷൻ 235 മുതൽ 240
47 വരെ നിലവിലുള്ള ചട്ടത്തിനുള്ളിൽ നിന്ന് അന്വേഷണം നടത്താനാണ് ഏജൻസിക്ക് അധികാരമുള്ളത്. ഏജൻസിയുടെ ആസ്ഥാനം ഡൽഹിയാണ്. സാമ്പത്തിക മേഖല, മൂലധന വിപണി, അക്കൗണ്ടൻസി, ഫോറൻസിക് ഓഡിറ്റ്, നികുതി, നിയമം, ഇൻഫർമേഷൻ ടെക്നോളജി, കസ്റ്റംസ്, ഇൻവെസ്റ്റിഗേഷൻ എന്നിവയിൽ നിന്നുള്ള വിദഗ്ധർ അടങ്ങിയ ഒരു മൾട്ടി ഡിസിപ്ലിനറി ഓർഗനൈസേഷനാണിത്. 2003 ജനുവരി 9 ഏജൻസി സ്ഥാപിച്ചത് വാജ്പേയി സർക്കാരാണ്. തുടർച്ചയായ 4 വർഷം വിവാദ കരിമണൽ കമ്പനിയായ CMRLുമായി ബന്ധമുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് വീണയ്ക്ക് സാമ്പത്തിക സഹായം ലഭിച്ചുവെന്ന വസ്തുതയാണ് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയത്. 2016 മുതൽ 2019 വരെ 77.60 ലക്ഷം രൂപയാണ് എംപവർ എക്സോലോജിക്കിന് നൽകിയത്. പെട്ടെന്ന് തിരിച്ചടയ്ക്കേണ്ട ഈടില്ലാത്ത വായ്പയാണ് തുക നൽകിയത്. മാസപ്പടി വിവാദത്തിൽ ഉൾപ്പെട്ട CMRLന്റെ ഉടമ ശശിധരൻ കർത്ത, ഭാര്യ ജയ കർത്ത എന്നിവർ ഡയറക്ടർമാരായ കമ്പനിയാണ് എംപവർ. അതായത് CMRLന്റെ സഹോദര സ്ഥാപനമാണ്. CMRLിൽ നിന്ന് എക്സോലോജിക്കിനും വീണ വിജയനും 1.72 കോടി രൂപ കൈപ്പറ്റിയത് സംബന്ധിച്ച ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ വലിയ ചർച്ചയായിരുന്നു. നൽകാത്ത സേവനത്തിനാണ് ഈ പണം കൈപ്പറ്റിയതെന്നായിരുന്നു കണ്ടെത്തൽ. 1.72 കോടി നൽകിയ കാലയളവിൽ തന്നെയാണ് ഈടില്ല വായ്പയും നൽകിയിരിക്കുന്നത്. എക്സോലോജിക് 2022 പ്രവർത്തനം അവസാനിപ്പിച്ചു. എന്നാൽ വായ്പ തിരിച്ചടച്ചതിനെ കുറിച്ച് ആർക്കും ഒരു പരാതിയുമില്ല. നന്ദി.